നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. കല്യാണത്തിന് ശേഷം പഠിത്തമൊക്കെ മുടങ്ങിപ്പോയവരുണ്ട്, പഠിക്കാൻ പറ്റാത്തവരുണ്ട്. ഇപ്പോൾ എന്താ പറയുക, വീണ്ടും തുറന്ന് പഠിക്കണം പറ്റുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഞാനും അങ്ങനെ വിചാരിച്ചൊരു വ്യക്തിയാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞു, കുട്ടിയൊക്കെ ആയി, പിന്നെ പഠിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പോൾ ഞാൻ വീണ്ടും തുടർന്ന് പഠിക്കുകയാണ്, അതും സ്വന്തം അധ്വാനം കൊണ്ട് കേട്ടോ. സ്വന്തമായിട്ട് ഒരു 10 രൂപയെങ്കിലും കയ്യിലില്ലാതെ പഠിക്കാൻ ഇറങ്ങുന്നത് ശരിയല്ലോ എന്ന് വിചാരിച്ച് സ്വന്തമായിട്ട് കുറച്ച് പൈസയൊക്കെ വെച്ച്, എന്ന് പറയുമ്പോൾ നമുക്ക് വഴി ചെലവിനെങ്കിലും 10 രൂപ കയ്യിൽ വേണ്ടേ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് തന്നെ പഠിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആഗ്രഹിച്ചൊരു ഡിഗ്രി എടുക്കാനായിട്ട് പറ്റും. എനിക്ക് വരുമാനവും കയ്യിലുണ്ട്. അപ്പോൾ ഒരു വരുമാനവും ഉണ്ടാക്കിക്കൊണ്ട് തന്നെ പഠിക്കാനും പറ്റും. അപ്പോൾ നിങ്ങളുടെ മുടങ്ങിപ്പോയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒരു വരുമാനം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനും അങ്ങനെ സമ്പാദിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം, വീട്ടിലിരുന്ന് സമ്പാദിക്കുകയും ചെയ്യാം, പഠിക്കുകയും ചെയ്യാം.